ഇന്ന് നമുക്ക് കേരള PSC നടത്തുന്ന UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയത്തിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം. UPST പരീക്ഷയിൽ ചോദിക്കുന്ന പ്രധാന വിഷയങ്ങളാണ്: 1. കേരള ചരിത്രം. 2. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. 3. ലോക ചരിത്രം. 4. ഭൂമിശാസ്ത്രം. 5. സാമ്പത്തിക ശാസ്ത്രം. 6. രാഷ്ട്രതന്ത്രശാസ്ത്രം. 7. സാമൂഹ്യശാസ്ത്രം. 8. ഭൗതികശാസ്ത്രം. 9. രസതന്ത്രം. 10. ജീവശാസ്ത്രം. 11. സിമ്പിൾ അരിത്മെറ്റിക്. 12. എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി. 13. ജനറൽ ഇംഗ്ലീഷ്. 14. മലയാളം. ഇനി വിശദമായി ഓരോ വിഷയത്തെയും കുറിച്ച് പരിശോധിക്കാം. പാർട്ട് 1-ൽ നിന്ന് 10 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 1. കേരള ചരിത്രം. ഇതിൽ നിന്നും: 1. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ, അതായത് പഴശ്ശി വിപ്ലവം, വേലുത്തമ്പിയും പാലിയത്തച്ഛനും, കുറിച്യർ കലാപം. അടുത്തത്: 1. കേരള നവോത്ഥാനം. വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വാഗ്ഭടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, മന്നത്ത് പത്മനാഭൻ, VT ഭട്ട തിരിപ്പാട്, കുമാര ഗുരുദേവൻ. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. 2. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. തിരുവിതാംകൂർ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം, കൊച്ചി ഇലക്ട്രിസിറ്റി സമരം, കൊച്ചി രാജ്യപ്രജാ മണ്ഡലം, മലബാർ ഖിലാഫത്ത് പ്രസ്ഥാനം, മലബാർ കലാപം, ഉപ്പുസത്യാഗ്രഹം. 2. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ശാസ്ത്രസാങ്കേതിക നേട്ടങ്ങൾ, ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും. 3. ലോക ചരിത്രം. ഇതിൽ നദീതട സംസ്കാരങ്ങൾ, ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. എല്ലാ ടോപ്പിക്കിൽ നിന്നും 2 മാർക്കിന് കറന്റ് അഫയേഴ്സ് ഉണ്ടായിരിക്കും. പാർട്ട് 1-ലെ 2-ാം ഭാഗത്തുനിന്നും 5 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 4. ഭൂമിശാസ്ത്രം. ഇന്ത്യയുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, മണ്ണിനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, അന്തരീക്ഷ ഘടന. 5. സാമ്പത്തിക ശാസ്ത്രം. ബാങ്കുകൾ, റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ, ബാങ്കുകളുടെ ദേശസാൽക്കരണം. 6. രാഷ്ട്രതന്ത്രശാസ്ത്രം. ഇന്ത്യൻ ഭരണഘടന, സവിശേഷതകൾ, ആമുഖം, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശകതത്വങ്ങൾ. ഇന്ത്യയിലെ ഗവൺമെന്റ്, ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സുപ്രീം കോടതി, ഹൈക്കോടതി. 7. സാമൂഹ്യശാസ്ത്രം. കുടുംബം, സാമൂഹ്യീകരണം. ഇതിൽ നിന്നും കറന്റ് അഫയേഴ്സ് 2 മാർക്കിന് ഉണ്ടായിരിക്കും. പാർട്ട് 2-ൽ 1. ഭൗതികശാസ്ത്രം. 7 മാർക്കിന് ചോദ്യങ്ങളുണ്ട്. 1. അളവുകളും യൂണിറ്റുകളും. 2. ചലനം, ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ. 3. തരംഗ ചലനം, ശബ്ദം. 4. ബലം, പ്രവൃത്തി, ഊർജ്ജം, പവർ. 5. ഗുരുത്വാകർഷണം. 6. ദ്രവബലങ്ങൾ. 7. സ്ഥിതവൈദ്യുതി, ധാരാവൈദ്യുതി, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. 8. കാന്തികത, വൈദ്യുതകാന്തിക ഫലം, വൈദ്യുതകാന്തിക പ്രേരണം. 9. പ്രകാശത്തിന്റെ പ്രതിഫലനം, അപവർത്തനം. 10. കാഴ്ച, പ്രകാശപ്രകീർണനം, പ്രകാശവിസരണം, പ്രകാശമലിനീകരണം. 11. ഊർജ്ജ പരിപാലനം. ഇതിൽ നിന്നും കറന്റ് അഫയേഴ്സ് 2 മാർക്കിന് ഉണ്ടായിരിക്കും. പാർട്ട് 2-ലെ 2-ാം ഭാഗം രസതന്ത്രം. ഇതിൽ നിന്നും 7 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പാർട്ട് 2-ലെ 2-ാം ഭാഗം രസതന്ത്രം. ഇതിൽ നിന്നും 7 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 1. രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ. 2. ആറ്റത്തിന്റെ ഘടന, രാസബന്ധനം. 3. പീരിയോഡിക് ടേബിൾ, ക്രമാവർത്തന പ്രവണതകൾ. 4. ലായനികൾ. 5. വൈദ്യുത രസതന്ത്രം. 6.
വാതക നിയമങ്ങൾ. 7 രാസപ്രവർത്തന വേഗം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. 8 ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ. 9 ലോഹങ്ങൾ, ലോഹനിർമ്മാണം. 10 അലോഹ സംയുക്തങ്ങൾ. 11 ഓർഗാനിക് സംയുക്തങ്ങൾ. നാമകരണം, ഐസോമെറിസം, രാസപ്രവർത്തനങ്ങൾ. ഇതിൽ നിന്നും കറന്റ് അഫയേഴ്സ് 2 മാർക്കിന് ഉണ്ടായിരിക്കും. പാർട്ട് 2-ൽ 3 ജീവശാസ്ത്രത്തിൽ നിന്നും 6 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 1 കോശങ്ങളുടെ ഘടന. 2 കലകൾ, കൃഷി, പരിസ്ഥിതി. 3 വർഗീകരണം. 4 ജനിതകശാസ്ത്രം. 5 പ്രകാശ സംശ്ലേഷണം. 6 ദഹനവ്യവസ്ഥ. 7 വിസർജന വ്യവസ്ഥ. 8 പ്രത്യുൽപാദന വ്യവസ്ഥ. 9 നാഡീവ്യവസ്ഥ. 10 ഇന്ദ്രിയങ്ങൾ. 11 രോഗങ്ങളും ആരോഗ്യപരിപാലനവും. 12 വിറ്റാമിനുകൾ, മിനറലുകൾ, എൻസൈമുകൾ, ഹോർമോണുകൾ. ഇതിൽ നിന്നും കറന്റ് അഫയേഴ്സ് 2 മാർക്കിന് ഉണ്ടായിരിക്കും. പാർട്ട് 3 സിമ്പിൾ അരിത്മെറ്റിക്കിൽ നിന്നും 15 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പാർട്ട് 3 സിമ്പിൾ അരിത്മെറ്റിക്കിൽ നിന്നും 15 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 1 ഭിന്നസംഖ്യകൾ. 2 ദശാംശസംഖ്യകൾ. 3 വർഗവും വർഗമൂലവും. 4 ശരാശരി. 5 പാറ്റേണുകൾ, മാനസികശേഷി, സംഖ്യാശ്രേണികൾ. 6 അനുപാതം, അംശബന്ധം. 7 ശതമാനം. 8 സമയവും ജോലിയും. 9 ദൂരവും സമയവും. 10 ക്ലോക്ക്, കോണുകൾ. 11 പലിശ, കൂട്ടുപലിശ. 12 ജ്യാമിതി, ഘനരൂപങ്ങൾ. 13 ചെറുപൊതുഗുണിതവും വൻപൊതുഘടകവും. 14 ലാഭം, നഷ്ടം, വിൽപ്പന. 15 മെട്രിക് അളവുകൾ. 16 സർവസമവാക്യങ്ങൾ, ബീജഗണിതം. 17 സാങ്കേതികം. പാർട്ട് 4 എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജിയിൽ നിന്നും 20 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 1 പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ. 2 മനഃശാസ്ത്ര തന്ത്രവും ആശയങ്ങളും. ഘടനാവാദം മുതൽ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം വരെ. 3 വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും. 4 മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ. 5 ബുദ്ധി, ബഹുമുഖ, വൈകാരിക ബുദ്ധി സങ്കല്പം വരെ. 6 വ്യക്തിത്വം. 7 വികാസതലങ്ങൾ, വികാസതത്വങ്ങൾ. 8 വൈജ്ഞാനിക വികാസം, സാമൂഹിക വികാസം, സാന്മാർഗിക വികാസം. 9 പാരമ്പര്യവും പര്യാവരണവും, ഹെറിഡിറ്റി ആൻഡ് എൻവയറൺമെന്റ്. 10 അഭിക്ഷമതാ പരീക്ഷകൾ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്സ്. 11 അഭിപ്രേരണ, മോട്ടിവേഷൻ. 12 സമായോജന, ക്രിയാതന്ത്രങ്ങൾ, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. 13 മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും. 14 കേരള പാഠ്യപദ്ധതി, ചട്ടക്കൂട്. 15 ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ. 16 പഠനതന്ത്രങ്ങൾ, വിവരവിനിമയ സാങ്കേതിക വിദ്യാ സാധ്യതകൾ. DLED സിലബസ് അടിസ്ഥാനമാക്കി. 17 പഠന വൈകല്യം. 18 പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം. 19 കുട്ടിയും അറിവു നിർമ്മാണവും. 20 പഠനരീതികൾ. 21 വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ. 22 കേരള പാഠ്യപദ്ധതി സമീപനരേഖ. 23 കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം. 24 വിദ്യാഭ്യാസ ഏജൻസികൾ. 25 വിദ്യാഭ്യാസ കമ്മീഷനുകൾ. പാർട്ട് 5 ജനറൽ ഇംഗ്ലീഷിൽ നിന്നും 10 മാർക്കിനാണ് ചോദ്യങ്ങൾ. A. Language comprehension. An unfamiliar passage is given to check factual, inferential, analytical and evaluative comprehension. B. Grammar. 1 Article. 2 Concord. 3 Tense and time. 4 Prepositions. 5 Phrasal verbs. 6 Determiners. 7 Gerunds. 8 Linkers. 9 Auxiliaries. 10 Vocabulary. C. Pedagogy of English language teaching. 1 Language acquisition and learning. 2 Language and thought. 3
Language skills. 4. Objectives of language teaching in UP classes. 5. Assessment under evaluation of language teaching. പാർട്ട് 6. മലയാളത്തിൽ നിന്നും 10 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 1. സാഹിത്യപരം. കവിതാസാഹിത്യം, കഥാസാഹിത്യം, നോവൽ, ആത്മകഥ, ജീവചരിത്രം, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം. 2. ഭാഷാപരം. ഭാഷാചരിത്രം, ഭാഷാഭേദം, പ്രായോഗിക വ്യാകരണം, 10ാം തരം നിലവാരം. പദശ്രുതി, സന്ധികാര്യങ്ങൾ ഉൾപ്പെടെ പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും. വാക്യരൂപങ്ങൾ പ്രകാരം, അനുപ്രയോഗം, വാക്യഘടനയും വാക്യശുദ്ധിയും, ലിംഗം, വചനം തുടങ്ങിയവ. കാലം, അർത്ഥബോധം, പദങ്ങൾ, ശൈലികൾ, പ്രയോഗങ്ങൾ, വാക്യസന്ദർഭങ്ങൾ, കാവ്യസന്ദർഭങ്ങൾ, കാവ്യബോധം, കവിത, ഗദ്യം, പഴഞ്ചൊൽ തുടങ്ങിയവയിലെ അലങ്കാരം, ധ്വനി ഇവ കണ്ടെത്തൽ. അവതാരണം, ഗദ്യം. അവതാരണം, പദ്യം. 3. ബോധനശാസ്ത്രപരം. ഉദ്ഗ്രഥിത സമീപനം, ഭാഷാപഠന സിദ്ധാന്തങ്ങൾ, ആസൂത്രണം, വാർഷികാസൂത്രണം, യൂണിറ്റാസൂത്രണം, ദൈനംദിനാസൂത്രണം, വിലയിരുത്തൽ. Note: It may be noted that apart from the topic detailed above, questions from other topics prescribed for the educational qualification of the post may also appear in the question paper. There is no undertaking that all the topics above may be covered in the question paper. അതായത്, മുകളിൽ വിശദമായി കൊടുത്തിട്ടുള്ള വിഷയങ്ങൾക്ക് പുറമേ ഈ തസ്തികയുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് നിർദ്ദേശിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയേക്കാം. മുകളിൽ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകുന്നതല്ല. ഇത് കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും എടുത്തതാണ്. താങ്ക് യു.